മൃതദേഹം കെട്ടിത്താഴ്ത്തിയെന്ന് പ്രതികൾ ചൂണ്ടിക്കാണിച്ച ഈ സ്ഥലത്ത് പരിശോധന നടത്തുക സിമ്പിളായ കാര്യമായിരുന്നില്ല. കാരണം അത്രയധികം ദുഷ്കരം പിടിച്ച ഒരു സ്ഥലം കൂടിയായിരുന്നു. കാല് വെച്ചാൽ ആളൊന്നാകെ താഴ്ന്നു പോകുന്ന വലിയ ചതുപ്പ് നിലം, മീറ്ററുകളോളം താഴ്ചയുള്ള ചതുപ്പ് നിലത്താണ് ഈ കഴിഞ്ഞ 8 ദിവസമായി പോലീസ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത്. പോലീസിനെ സഹായിക്കാൻ നിരവധി ആളുകൾ ഇവിടെ എത്തിയിരുന്നു. അതിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിക്കുന്നവരുണ്ടായിരുന്നു, മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് കളയുന്ന ആളുകളുണ്ടായിരുന്നു, കൊച്ചി സിറ്റി പോലീസിന്റെ കെടാവർ നായ്ക്കളുണ്ടായിരുന്നു, ഒപ്പം തന്നെ അബ്ദുൾ അസീസിനെ പോലുള്ള സന്നദ്ധ പ്രവർത്തകരുണ്ടായിരുന്നു. അവരാണ് ഈ ചെളിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഈ പരിശോധന നടത്തിയിരുന്നത്. കാരണം പ്രതികൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 3-4 മീറ്റർ മാറിയാണ് മൃതദേഹ ഭാഗങ്ങൾ കിട്ടിയത്. അതുകൊണ്ട് ഇത്രയധികം മീറ്റർ, ഏകദേശം 45 മീറ്റർ വിസ്തൃതിയിൽ 4-5 മീറ്റർ താഴ്ചയിലാണ് ഈ ചെളി മാറ്റിക്കൊണ്ടുള്ള പരിശോധന ഓരോ ദിവസവും നടത്തിയത്. ആദ്യഘട്ട പരിശോധനയിൽ 3 ദിവസമാണ് തെരച്ചിൽ നടന്നത്. അന്ന് വലിയ രീതിയിൽ മഴയുണ്ടായിരുന്നു, വെള്ളമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തെരച്ചിലിനെ അത് കാര്യമായി തന്നെ ബാധിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും പ്രതികളെ 5 ദിവസം കസ്റ്റഡിയിൽ വാങ്ങി. ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കുന്ന ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് കേസിൽ വഴിത്തിരിവാകുന്ന രീതിയിൽ ഈ അസ്ഥിഭാഗങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. വലിയൊരു കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വിജിലിന്റെ തിരോധന കേസ് തെളിയിക്കാൻ പോലീസിന് സാധിച്ചിരിക്കുന്നത്. വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഷൂ കിട്ടിയിരുന്നു. അതിനുശേഷം പോലീസിന് വലിയ പ്രതീക്ഷയുണ്ടായി. എന്തായാലും മൃതദേഹ ഭാഗങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകുന്ന പ്രതീക്ഷ പോലീസിനുണ്ടായിരുന്നു. അങ്ങനെയാണ് പോലീസ് കൂടുതൽ സന്നാഹങ്ങൾ എത്തിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള തെരച്ചിൽ നടത്തിയത്. ഈ തലയോട്ടി ഒഴികെയുള്ള 53 അസ്ഥിഭാഗങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. മൃതദേഹം കെട്ടിത്താഴ്ത്താൻ ഉപയോഗിച്ച കല്ലും കയറും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ബാക്കി തലയോട്ടിയോ അതിൻ്റെ മറ്റ് ഭാഗങ്ങളോ വസ്ത്രഭാഗങ്ങളോ ഇനി ലഭിക്കുമോ എന്നറിയാൻ വേണ്ടി പോലീസ് പരിശോധന തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കണ്ടെത്തിയിരിക്കുന്ന അസ്ഥിഭാഗങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധന നടത്തും. DNA പരിശോധന നടത്തിയ ശേഷം മാത്രമേ ഈ മൃതദേഹ ഭാഗങ്ങൾ, അസ്ഥിഭാഗങ്ങൾ വിജിലൻ്റെതാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയുള്ളൂ. ഏതായാലും ഈ കേസിൽ ഇനി ഒരു പ്രതി കൂടി അറസ്റ്റിലാകാനുണ്ട്. കേസിലെ 2ാം പ്രതി വിജിലൻ്റെ സുഹൃത്തായ രഞ്ജിത്താണ് പിടിയിലാകാനുള്ളത്. 1-3 പ്രതികളാണ് നിലവിൽ അറസ്റ്റിലായത്. അവർ ചൂണ്ടിക്കാണിച്ച സ്ഥലത്താണ് പോലീസ് ഈ രീതിയിലുള്ള തെരച്ചിൽ നടത്തി 6 വർഷം മുൻപ് കാണാതെ പോയ ഒരു യുവാവിൻ്റെ തിരോധന കേസിൽ അത് അന്വേഷിച്ച് കണ്ടെത്തി. അദ്ദേഹത്തെ ഈ പ്രതികൾ മരിച്ചതിന് ശേഷം ഇവിടെ കുഴിച്ചിട്ടു അല്ലെങ്കിൽ കെട്ടിത്താഴ്ത്തി എന്ന മൊഴി അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ മൃതദേഹ ഭാഗങ്ങൾ കിട്ടിയിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ.